ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം മുമ്പ് ചെറിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പോലീസുകാരൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു BMW കിട്ടുന്നു. അപ്പം അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊന്ന് പോകണ റിക്കവറി വാനിലാണ്. അപ്പോൾ സാറ് ചെറിയ ഫങ്ഷൻ എന്തിനോ പോയിക്കുകയാണ്. അപ്പം അവിടെ വേറൊരു പോലീസുകാരനുണ്ട്. മൂപ്പരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വണ്ടി വരെ പോയി എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനാണ് തീരെ പവറുമില്ല. അവിടെ എത്തണമെങ്കിൽ ഒടുക്കത്തെ ടാസ്ക് നൈസ്. അപ്പോൾ ഈ റിക്കവറി നമ്മൾ റെൻറ്റിനെടുത്ത വണ്ടിയാണ്. സീനുണ്ട വണ്ടി മറ്റേ LC എടുത്ത ഒരവസ്ഥ ആയിട്ടില്ല. എന്തായാലും വണ്ടി സ്മൂത്താണ്. നമുക്ക് എന്തായാലും ഇവിടെ ചെന്നിട്ട് ഇനി ഇവിടുത്തെ പോലീസുകാരൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തായാലും നമുക്ക് അതിനുള്ളിൽ കയറാം ഗൈസ്. ബാക്കി അവിടെ നമുക്ക് സംസാരിച്ചിട്ട് നോക്കാം. സാറേ, എൻ്റെ പേര് സ്പീഡ് എന്നാണ്. നമ്മുടെ മറ്റേ റിട്ടയർ ആയ സാറില്ലായിരുന്നു, മൂപ്പര് പറഞ്ഞിട്ടാണ് വന്നത്. നമുക്ക് ചെറിയൊരു BMW ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? അത് ഉണ്ട്, നിങ്ങൾക്ക് വേണേ പോയി എടുത്തോ. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സീനൊന്നുമില്ല. ബട്ട് വണ്ടി ഓടുമെന്നൊരു ഡൗട്ടാണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. അത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്തു പോയിക്കോ. പിന്നെ ക്യാഷും കാര്യങ്ങളും സാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, മൂപ്പര് തന്നെ ഓർത്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. അപ്പം ഞാൻ ഒന്ന് വണ്ടി പോയി നോക്കട്ടെ. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സോൾവ് ആക്കി തരൂലേ? ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സോൾവ് ആക്കി തരാം. എന്തായാലും താങ്കൾ വന്ന് വണ്ടി പോയി ചെന്ന് നോക്കി. വണ്ടി അങ്ങനത്തെ ഒരു കണ്ടീഷൻ്റെ ആണ്. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും സംസാരിച്ച് ഞാനിപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ചെന്ന് നോക്ക്, ക്ലിയർ ആണെങ്കിൽ വണ്ടി എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടി കുഴപ്പമില്ലാന്ന് ശരിക്കും എന്തായാലും റിക്കവറി വാനിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ആ ഒരു കണ്ടീഷനായിരിക്കും. ഇതിനെ വലിയൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. റെൻറ്റിന് എടുക്കണമെങ്കിൽ വേറൊരു വഴിയില്ല. ഈ സിറ്റി വണ്ണിൽ ആകെ ഒരു റെൻറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെയല്ല. ഉള്ളതിൽ നല്ല വിവരമാണ്. അപ്പം വണ്ടിയും കൂടെ റെഡി ആക്കിയാൽ ബാക്കിയൊക്കെ സെറ്റായി. ഇതിൻ്റെ താഴെയാണ് ഞാൻ വണ്ടി വരട്ടം വന്ന് നോക്കിയതാണ്. ബട്ട് ടയറൊക്കെ 2 അലോയ് ഉണ്ട് ഗൈസ്. 2 അലോയേ ഉള്ളൂ. അത് ഇവിടെ പിടിച്ചിട്ടെന്ന് വെച്ചാൽ അത്രയും ലോവേഡ് ആക്കിയിട്ട് ഇതിലൂടെ കത്തിച്ചേർന്ന വണ്ടിയായിരുന്നു അത്. ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ അറിയാലോ, നമുക്ക് ചെറിയൊരു ഫാമിലി യൂസ്, പിന്നെ ചെറുതായിട്ടൊന്നും കത്തിച്ചേർക്കാനൊക്കെ. ഓവർ നമ്മൾ മോഡിഫൈ ചെയ്യുന്നില്ല, ചെറിയൊരു സ്റ്റോക്ക് തന്നെ. അപ്പോൾ കുറേ ഡെൻറ്റും കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് എന്തായാലും വണ്ടി മെല്ലനെ ഇതിലേക്ക് കയറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ വണ്ടി മെല്ലനായി റിക്കവറി വാനിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോകണം. നമ്മളെല്ലാ പ്രാവശ്യം കൊടുക്കുന്നവർ തന്നെ അവിടെ നമുക്ക് ഒറിജിനൽ പാർട്സ് കിട്ടും. കിട്ടാത്ത പാർട്സ് അവർ തന്നെ ഉണ്ടാക്കിയും തരും. അതുകൊണ്ട് നമുക്ക് സുഖമാണ്, എന്ത് വേണം വിശ്വസിക്കാം. നമുക്കിതിൻ്റെ ഫ്രണ്ട് ബമ്പർ മാറണം, ബാക്ക് ബമ്പർ മാറണം. അതൊക്കെ ക്രാക്ക്ഡാണ്, ഫുള്ളി ക്രാക്ക്ഡാണ്. പിന്നെ നമുക്ക് സൈഡിലത്തെ ഒരു ഫെൻഡർ മാറ്റണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാറ്റേണ്ടി വരും വണ്ടീൻ്റെ. അപ്പം അതൊക്കെ നമുക്ക് ഇനി പിന്നെ നമ്മൾ പ്രൈമർ ഫുള്ള് പൊട്ടിയിടും ബോഡി. എന്തായാലും ഇതൊക്കെ റെഡി ആക്കണം ഗൈസ്. ഇനി എന്തായാലും നമുക്ക് അവിടെ നമ്മുടെ വർക്ക്ഷോപ്പ് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യം നോക്കാം. അങ്ങനെ ശേഷം നമ്മൾ ഏകദേശം വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇനി വേണമെന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കണം. അതൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി. എന്തായാലും വണ്ടിയിൽ നിന്ന് മെല്ലനെ ഇറക്കിയിട്ട് അങ്ങോട്ട് ഒതുക്കി വെക്കണം. കാരണം വണ്ടിയുമ്പോൾ കയറി ഒന്ന് സ്റ്റാർട്ടാകുന്നു കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. പിന്നെ പൈസ എന്തായാലും എന്ത് കൊടുത്തിട്ടുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വണ്ടീൻ്റെ ഇനി എന്തെങ്കിലും പരിപാടിയും പണിയുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ അയച്ചെടുത്ത ആ വണ്ടീൻ്റെ പണി ഏകദേശം ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അവനും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.